ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് വരികയാണ്. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. ഇപ്പോ ഇവര് മക്കളെ, അതായത് ഓരോ സ്കൂളിലെ മക്കൾ ഇവരെങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മക്കൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. വടകര MDMA കേസിൽ കുറച്ച് അധ്യാപികമാരെ പിടിച്ചല്ലോ. അധ്യാപകന്മാരെന്ന് പറയാൻ പറ്റത്തില്ല ഇവൾമാരെയൊന്നും, കാരണം അത്രയ്ക്കും വൃത്തികെട്ട പരിപാടികളാണ് ഇവൾമാരൊക്കെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേർക്ക് 10 അക്ഷരം നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഇവൾമാരൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ടീംസിനെയൊക്കെ നാട് കടത്തണം ആണ് വേണ്ടുന്നത്. ഉള്ള സ്വത്തുക്കളെല്ലാം കൂടെ കണ്ടുകെട്ടി എല്ലാത്തിനെയും കൂടെ നാട് കടത്തി വീഴണം. പിന്നെ ഈ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കരുത്, അതാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് അഭിപ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ഇതുപോലുള്ള കേസ് കെട്ടിൽ പിടിക്കുന്ന ടീംസിനെയൊക്കെ നാട് കടത്തുക, അല്ലാതെ വേറെ എന്ന് വെച്ചാൽ സ്വത്തുക്കളെല്ലാം കൂടെ കണ്ടുകെട്ട് നാട് കടത്തുമ്പോഴത്തേക്ക് ഇവരെ പ്രശ്നങ്ങളും ഇവരെ സൂക്കേടുകളൊക്കെ മാറിക്കോളും. ഞാനിവിടെ സൈഡിലൊരു വീഡിയോ വയ്ക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പെണ്ണിനെ 3 മാസം മുമ്പ് പിടിച്ചാണ് ഇതേ വിഷയത്തിൽ. ഇപ്പോൾ ഇവിടെ വീണ്ടും രംഗത്ത് വന്നേക്കുന്നു. ഇപ്പം 3 അധ്യാപകന്മാരെ പിടിച്ചല്ലോ. അപ്പം അവൾമാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവൾക്കും ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവൾ ആ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരിമാരാണ് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ മോഡലിങ് ചെയ്യുന്ന ആളുകൾ വരെ തോറ്റുപോകും. അതേ രീതിയിലുള്ള കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളാണൊക്കെ പറയും, പക്ഷേ കയ്യിലിപ്പോൾ വെറും തറ. അപ്പോൾ ഇവൾമാരെയൊക്കെ സത്യം പറഞ്ഞാൽ നാട് കടത്തണമെന്ന് അഭിപ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം നമുക്കറിയാം, നമുക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ നമ്മൾ ഗുരു തുല്യരായിട്ട് കാണേണ്ട ആളുകളാണല്ലേ. അവരൊക്കെ നമ്മൾ അറിവും വിദ്യകളൊക്കെ പറഞ്ഞു തരേണ്ട ആളുകളെ നമ്മൾ പറയുന്നുണ്ട്. മാതാപിതാക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് ഈ അധ്യാപകർക്കാണ്. സ്നേഹവും റെസ്പെക്റ്റും എല്ലാം കൊടുക്കേണ്ടത് അധ്യാപകർക്കാണെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള അധ്യാപകർക്ക് എങ്ങനെയാണ് സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട് ആ സ്കൂളിൽ നിന്ന്. ഞാനിവിടെ 1-2 വീഡിയോസ് വെച്ച് തരാം. അതിനുശേഷം ഷാഫി പറമ്പിൽ പറയുന്ന ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷാഫി പറമ്പിലൊരു കാര്യം പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും വാർത്തയൊന്ന് കാണാം. അപ്പോൾ ഞാൻ സൈഡിൽ മുമ്പേ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ കണ്ട പെണ്ണ് 3 മാസം മുമ്പ് ഇവിടെ പൊക്കിയതാണ്. നോക്കിക്കോണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം സാർ, ഞാനിങ്ങനെ പറയൂ, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷം ലഹരിക്ക് എതിരെ ഇതുപോലെ ഇപ്പം ആഭ്യന്തരമന്ത്രിയായിട്ട് കയറിയിട്ടുള്ള രമേശ് ചെന്നിത്തല സാറ് ചെയ്തതുപോലെ തൂഫാനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് വേട്ടയാടിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഉള്ള ഈ തലമുറ വഴിതെറ്റിപ്പോത്തില്ലായിരുന്നു അല്ലേ. ഇപ്പം കണ്ടില്ലേ എത്ര എണ്ണത്തിനെയാണ് പിടിക്കുന്നതെന്ന് ഈ തൂഫാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, എന്നാലും ഞാനിവിടെ ഒരു വാർത്ത വെച്ച് തരാം, നിങ്ങൾ കണ്ടുപോകേ. കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത. കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ലഹരി മാഫിയുടെ വലയിലായോ? ഓപ്പറേഷൻ തൂഫാന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പലരെയും ഞെട്ടിച്ചു. ഒരു സാധാരണ പരിശോധനയായി തുടങ്ങിയ അന്വേഷണം എങ്ങനെയാണ് അധ്യാപകരിലേക്ക് എത്തിയത്? വടകരയിൽ നിന്നാണ് ഈ കേസിന്റെ തുടക്കം. 2.1 ഗ്രാം MDMA വിൽപ്പനക്കാരൻ സഫാൻ പോലീസ് കസ്റ്റഡിയിലാകുന്നു. അതിനുശേഷം ജൂലൈ 12-ന് പേരാമ്പ്ര BRCയിലെ അധ്യാപക 31-കാരിയായ കീർത്തനയെ അറസ്റ്റ് ചെയ്യുന്നു. അന്വേഷണത്തിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഹരി സംഘത്തിന് പണം കൈമാറിയതെന്ന് കണ്ടെത്തി. ഇവൾമാരൊക്കെ സത്യം പറഞ്ഞാൽ കുടുംബവും വീടും കൂടിയൊന്നും ഇല്ലാത്തവൾമാർ, അങ്ങനെയൊന്നും ഇല്ലാത്തവൾമാരായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇവൾമാർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇതൊക്കെ വിറ്റ് വീഴിച്ച് പൈസ കൊണ്ട് അർമാദിച്ച് നടക്കുക. ഇവൾമാർ ചെയ്തേക്കുന്ന വേറൊരു കോമഡി കേൾക്കണോ? ഇവൾമാർ പഠിപ്പിക്കാനും പോകുന്നു, സൂംബ ക്ലാസ്സിനും പോകുന്നുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. അതുകൂടാതെ ഈ മറ്റേ ബൺമസ്ക ഉണ്ടല്ലോ, ബൺമസ്ക വിൽക്കുന്ന പരിപാടിയും കൂടെ രാത്രിയുണ്ട്. അപ്പോൾ ഇവൾമാർ വിൽക്കുന്ന സ്ഥലത്ത് രാത്രി 12-1 മണിക്കൊക്കെ സമയത്തൊക്കെ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ വന്നു പോകുന്നതായിട്ട് ഇങ്ങനെ ആളുകൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഇടയിൽ കൂടെ ബൺമസ്കയുടെ പേരും പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ്സാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവൾമാരെയൊക്കെ അക്കൗണ്ടിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത്. എന്താ അല്ലേ ഇവൾമാരൊക്കെ സത്യം പറഞ്ഞാൽ ഇവൾമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി.
സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കുക. നീയൊക്കെ ഇമാതിരി പരിപാടി ചെയ്തിട്ട് കുട്ടികളെ മുമ്പിൽ നീയൊക്കെ പഠിപ്പിക്കാൻ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നീക്ക് ഒരു ഉളുപ്പും നാണമാനം ഉളുപ്പെങ്കിലും വേണ്ടേ ഇല്ലേ? എങ്കിൽ എത്ര കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇനി ഞാനിവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ഇവളുമാരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരാൾ പറയുന്നുണ്ട്. ഒരു നാട്ടുകാരനാണ്, അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കേ. ഒരു കായിക താരമായിരുന്നു. പിന്നീട് അവർ ജിമ്മൊക്കെ അടക്കം നടത്തുന്ന രീതിയിലേക്ക് സുംബ ട്രെയിനിങ് ഇത് ചെമ്പ റോഡിലെ ഒരു ബിൽഡിങ്ങിൽ ഇവർ സൂംബ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാപനം. ആ സ്ഥാപനം പിന്നീട് അവർ കൊണ്ട് നിർത്തിക്കുകയുണ്ടായത്. ആ ഭാഗങ്ങളിൽ പിന്നെ പ്രാദേശികമായ പരാതികൾ ഉണ്ടാവുകയും പിന്നെ ഇവർ അവിടെ മദ്യക്കുപ്പികളൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ ആ ഒരു പരിപാടി നിർത്തിച്ചു. അത് പിന്നീട് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൽ ഒരുപാട് കടകൾ ഉണ്ടായൊരു സമയമാണ്. ഇപ്പോൾ പുതിയ റോഡ് വന്നാണല്ലോ. അവിടെ ഈ ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ പിന്നെ ഈ ബൺമസ്ക എന്ന് പറയുന്നത് റോഡ് സൈഡിൽ ചെറിയൊരു ടെന്റ് വെച്ചിട്ട് ചെറിയൊരു ടേബിൾ വെച്ചിട്ട് പിന്നെ ഇവർ ബൺമസ്ക അവിടെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാത്രി സമയത്തൊക്കെ ഒരുപാട് യുവാക്കളൊക്കെ അവിടെ വന്നുകൊണ്ടായിരുന്നു ഈ ബൺമസ്ക വാങ്ങിക്കൊണ്ടത്. ഇപ്പോൾ നമ്മൾ സംശയിക്കുകയാണ് അത് ബൺമസ്ക മാത്രമാണോ വിറ്റതെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ചെറുപ്പക്കാർ വന്നുകൊണ്ട് ആയിരിക്കാം. നമ്മളിവിടെ നാട്ടുകാരാണല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിലെല്ലാം പോയി നമ്മൾ വാങ്ങാനോ പിടിക്കാനോ നമ്മൾ നിൽക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയാണ് ആ ഒരു ജംഗ്ഷനിൽ. പെട്ടെന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ വരും. പിന്നെ രാത്രി ഒരു 9-10 മണി വരെയൊക്കെ ഈ ബൺമസ്ക് ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഓരോ സ്കൂളുകളിൽ പിന്നെ ട്രെയിനിങ്ങിന് പോകുമല്ലോ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഇവർക്കെതിരെ സ്കൂൾ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നത് എന്നുള്ള പരാതി അത് ആ സ്കൂളിലെ HM പിന്നെ ഇവിടുത്തെ BPC അറിയിച്ചിരുന്നു. പരാതി രേഖാമൂലം അത് 1 വർഷം മുമ്പാണ് അവർ പരാതി ഇവർക്ക് കൊടുത്തു. പക്ഷേ അതിലൊരു തുടർ അന്വേഷണം ഉണ്ടാവുകയോ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നീട് രാത്രി ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ പകൽ ഇവർ ഇരുന്നുറങ്ങുന്നതായിരിക്കാം. കുട്ടികളെ പഠിപ്പിക്കാതെ ഇവരിങ്ങനെ ഇരുന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു പരാതിയിൽ അന്വേഷണം അന്ന് നടത്തിയിരുന്നെങ്കിൽ ഇവർക്കെതിരെ അന്ന് നടപടി എടുക്കാമായിരുന്നു. മാത്രമല്ല ഇതിലൊരു കീർത്തന എന്ന് പറയുന്ന ആള് പന്തലാനി VRCയിലായിരുന്നു ജോലി ചെയ്തത്. പന്തലായിൽ നിന്ന് അവിടെ നിന്ന് ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലാണ് അവരെ പേരാമ്പ്രയിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടായത്. അന്നും ഒരു നടപടി ഉണ്ടായില്ല. അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയോ ഇവർക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അന്ന് ഇവർക്കെതിരെ നടപടി എടുക്കാതെ ഇതിലിപ്പോ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഇവര് മക്കളെ, അതായത് ഓരോ സ്കൂളിലെയും മക്കൾ ഇവരെങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മക്കൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അത് കണ്ടെത്തേണ്ടതും ഒരു ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. കുട്ടികളെ കരിയർ ആക്കിയിട്ടുണ്ടോ? അതേപോലെ ഇപ്പോ ഈ മയക്കുമരുന്ന് ചൂയിങ്ക രൂപത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നു, മിഠായി രൂപത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഇതൊക്കെ നടത്താൻ പറ്റുമല്ലോ, വിൽപ്പന നടത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ ഈ 2 അധ്യാപകർ ഗ്യാങ്ങിൽ വേറെയും ആളുകൾ ഉണ്ട് എന്നുള്ളത്. അതെ, ഇയാൾ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഈ ഇവൾമാർ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെയൊക്കെ ഒന്ന് കൗൺസിലിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം എന്തൊക്കെ രീതിയിൽ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന്, ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇനി വല്ല ഇവൾമാർ ഉപയോഗിക്കുന്ന വല്ല സാധനങ്ങളും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഇയാൾ പറഞ്ഞതുപോലെ ഇവൾമാരെയൊക്കെ ഭയങ്കര ഉടായ്പാണ്. മുമ്പേ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് പലയിടത്തും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടൊക്കെയാണ് ഇവിടെയൊക്കെ വന്ന് പഠിപ്പിക്കാൻ കയറി നിന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബൺമസ്കയും എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു ബൈപ്പാസിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. രാത്രി അതിൻ്റെ മറവിലും ചിലപ്പം ഇത് നടത്തി കാണും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയുള്ള കുറേ തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ഇവൾമാർ തുടങ്ങിയിട്ടുള്ളത്. കാരണം പൈസ ഇതിൻ്റെ അല്ലാതെ ഇവൾമാരെ അക്കൗണ്ടിലൊന്നും ഇത്രയും ലക്ഷങ്ങൾ എന്തായാലും കോടിക്കണക്കിന് രൂപയൊന്നും വന്ന് കയറത്തില്ലല്ലോ. എന്തായാലും നല്ല രീതിയിൽ ഇവൾമാർ ഇത് മുതലാക്കിയിട്ടുണ്ട്, വിറ്റഴിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, വിറ്റഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ
നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള അവൾമാരെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ നമ്മളെ നിയമം അറിയാമല്ലോ. ഇതുപോലുള്ള കേസിനകത്ത് പോയി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 2 മാസം 3 മാസം 4 മാസം അത് കഴിഞ്ഞാൽ ഒരുവൾമാരൊക്കെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ നാറണം. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പേരിലേക്ക് ആ വീഡിയോ പോകും. ഷെയർ ചെയ്ത് കഴിഞ്ഞാലും പോകും. നാളെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാവും. ഓരോ അവൾമാരും അവന്മാരും ഇതുപോലെ ചെയ്യാതിരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് 4 പേര് കാണണം. എന്നാൽ മാത്രമേ ഇനി ഇതിലോട്ട് പോവാതിരിക്കൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോയും കൂടെ ചെയ്ത് വെച്ചോ. ഷാഫി പറമ്പിൽ പറയുന്ന കൂടെ ഞാൻ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത നിങ്ങൾ കണ്ടു. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ചു കൊല്ലുന്നതിന്റെ വാർത്ത നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വാരിയെല്ലിന് 7 മുറിവുകൾ വാരിയെല്ലിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 1.5 വയസ്സുള്ള കുട്ടിക്ക് വാരിയെല്ലിന് 7 മുറിവ് സംഭവിക്കുന്ന തരത്തിൽ മർദ്ദിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാം, മനുഷ്യന്റെ ബുദ്ധിയെ അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും കൊല്ലാൻ മക്കൾക്ക് തോന്നുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാവണം. ഈ കോഴിക്കോട്ടെ ജില്ലയിൽ തന്നെ സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചു നിൽക്കേണ്ടി വന്നു. എൻ്റെ അമ്മയെ മകൻ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കരഞ്ഞ ഒരു മകന്റെ വാർത്ത ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് വരികയാണ്. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. വി ആർ അഡിക്റ്റഡ് ടു അവർ ലൈഫ്. ഞങ്ങൾക്ക് പോസിറ്റീവ് അഡിക്ഷൻ ആണ് എന്ന് ഇന്ന് ഈ സംഗമത്തിലിരിക്കുന്ന ആളുകൾ പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഹരിയെ തുരുത്താൻ